ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു പൊതിച്ചോറ് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. കറികളെല്ലാം വിളമ്പുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊതിച്ചോറ് തയ്യാറാക്കാനായിട്ട് ഒരു തൂഷണൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി പൊതിച്ചോറ് പൊതിയാനുള്ള ഒരു ന്യൂസ് പേപ്പർ വിരിച്ചെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ആ വാട്ടിയ വാഴയില വെച്ചെടുക്കുക. നല്ല ചൂടുള്ള ആ ഒരു വാട്ടിയ വാഴയിലയിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചോറിന് ഉപ്പുരുചി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആ വെളിച്ചെണ്ണയുടെ കൂടി ഒന്ന് വെതറിക്കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. വാട്ടിയ വാഴയിലയിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊതിച്ചോറ് അഴിക്കുന്ന സമയത്ത് നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. ഇനി പൊതിച്ചോറിൽ ഓരോ വിഭവങ്ങളും ഓരോന്നായിട്ട് വിളമ്പി കൊടുക്കാം. ആദ്യം തന്നെ നല്ല ചൂട് കുത്തരിച്ചോറ് ആവശ്യത്തിന് വിളമ്പിയിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ ചുവന്ന ചീരത്തോരൻ വിളമ്പിയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തോരനാണത്. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടിയാണ് വിളമ്പി കൊടുക്കുന്നത്. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൂർക്ക വേവിച്ച ശേഷം ചതച്ച ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി വഴറ്റിയിട്ട് മൂപ്പിച്ച് താളിച്ചെടുത്തിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടിയാണത്. അടുത്തതായിട്ട് ചുട്ടരച്ച തേങ്ങാച്ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു ചുട്ടരച്ച തേങ്ങാച്ചമ്മന്തിയാണ്. സാധാരണ വിറകടുപ്പിലാണ് തേങ്ങ ചുട്ടെടുക്കാറ്. ഞാനിവിടെ എളുപ്പത്തിന് ഒരു പാനിൽ വലിയ കഷ്ണങ്ങളായിട്ട് തേങ്ങ നുറുക്കിയിട്ട ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ടത് മിക്സി ജാറിലേക്ക് ഇട്ട് പാകത്തിന് ഉപ്പും വാളംപുളിയും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണിത്. തേങ്ങ വാട്ടിയെടുത്ത് ഉണ്ടാക്കിയ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടുവരില്ല. പൊതിച്ചോറിലൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കിയ ചമ്മന്തി വെക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് 2 കൊണ്ടാട്ടം മുളക് വറുത്തെടുത്തത് വെച്ചു കൊടുക്കാം. അടുത്തതായിട്ട് മീൻ പൊരിച്ചത് പൊതിച്ചോറിലേക്ക് വെച്ചു കൊടുക്കാം. പിലോപ്പി മീൻ വറുത്തതാണ് വെച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനാണിത്. ജസ്റ്റ് വൃത്തിയാക്കി വരഞ്ഞ മീനിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത മീനാണിത്. ഇനി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെളുത്തുള്ളി അച്ചാർ വിളമ്പി കൊടുക്കാം. ഒപ്പം ഉപ്പിലിട്ട കുറച്ച് ലൂബിക്കയും കാന്താരി മുളകും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പൊതിച്ചോറിലെ അവസാനത്തെ വിഭവമായ മുട്ട പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഉപ്പിട്ട് വെട്ടിയ കോഴിമുട്ടയിലേക്ക് ചതച്ച ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് പൊരിച്ചെടുത്തിട്ടുള്ള ഓംലെറ്റാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഓംലെറ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഓംലെറ്റും കൂടി പൊതിച്ചോറിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ചീരത്തോരൻ, കൂർക്ക മെഴുക്കുവരട്ടി, കൊണ്ടാട്ടം മുളക് വറുത്തത്, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, പിലോപ്പി മീൻ വറുത്തത്, ഉപ്പിലിട്ട ലൂബിക്കയും കാന്താരി മുളകും, വെളുത്തുള്ളി അച്ചാറും, മുട്ട പൊരിച്ചതും, ഇത്രയും കറികളാണ് നമ്മുടെ പൊതിച്ചോറിലുള്ളത്. ഇനി പൊതിച്ചോറ് മടക്കിയെടുക്കാം. 4 വശവും ഇതേപോലെ മടക്കിയെടുക്കുക. ന്യൂസ് പേപ്പറിൻ്റെ കോണോട് കോണായിട്ട് ഇതേപോലെ മടക്കി പൊതിഞ്ഞെടുക്കാം. വേണേൽ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴിക്കണ നേരം ആകുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ വാഴയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെയുള്ള പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.